You don't always need a plan. Sometimes you just need to breathe, trust, let go, and see what happens. ഞാനൊരു സാധാരണ ഒരു സ്ത്രീയായിരുന്നു. അതായത് വീട്, കുടുംബം, കുട്ടി, ജോലി, അങ്ങനെയുള്ളൊരു യാത്രയായിരുന്നു കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട്. ഏകദേശം ഒരു 40 വയസ്സായപ്പോൾ തോന്നി ഭയങ്കര മോണോട്ടണസ് ആയിട്ട് തോന്നി ലൈഫ്. എന്തെങ്കിലും ഒരു ചേഞ്ച് വരണം എന്നുള്ള ഒരു ആഗ്രഹത്തിലാണ് ഭൂട്ടാനിലേക്കൊരു യാത്ര പുറപ്പെട്ടത്. അന്ന് പെട്ടെന്ന് തന്നെ യാത്ര തീരുമാനിച്ചതുകൊണ്ട് കൂടെ വരാൻ ആളില്ലായിരുന്നു. അങ്ങനെയാണ് സോളോ യാത്രകൾക്ക് ഒരു തുടക്കമായത്. ഒറ്റയ്ക്ക് യാത്ര ചെയ്തപ്പോഴുള്ള കുറേ നല്ല കാര്യങ്ങൾ അന്ന് മനസ്സിലായി. അതായത് ആൾക്കാരെ അടുത്തറിയാൻ, അവരുടെ സംസ്കാരം നന്നായിട്ട് അറിയാൻ, പിന്നെ അതിലേക്കാട്ടിലൊക്കെ ഉപരിയായിട്ട് നമുക്ക് നമ്മളെ തന്നെ അറിയാൻ പറ്റിയ ഒരു കാര്യമാണ് ഈ സോളോ യാത്ര എന്നുള്ളത് അന്ന് മനസ്സിലാക്കി. അങ്ങനെയാണ് സോളോ യാത്ര ഒരു പാഷനാക്കി മാറ്റിയത്. കൊറോണ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തി. എൻ്റെ യാത്രകളിലും ആ മാറ്റം വളരെ പ്രകടമായിരുന്നു. ഒരു സേഫായിട്ടുള്ള യാത്രയായിരുന്നു കൊറോണ കഴിഞ്ഞപ്പോൾ ഞാൻ പ്ലാൻ ചെയ്തത്. അങ്ങനെയാണ് ദേശീയ ഡ്രൈവിന് പുറപ്പെട്ടത്. മോനെയും ചേർത്ത് പിടിച്ച് ഒരു കാറിൽ ഇന്ത്യ മൊത്തം കാണാനായിട്ടാണ് ഇറങ്ങിയത്. ഒരുപാട് തയ്യാറെടുപ്പുകൾ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ആ യാത്രയ്ക്ക് പുറപ്പെട്ടത്. എന്നാൽ ഈ കൊറോണയുടെ 2ാം തരംഗം, ഞങ്ങൾ ഇറങ്ങി യാത്ര പുറപ്പെട്ടിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ കൊറോണയുടെ 2ാം തരംഗം വന്നു. ഞങ്ങളുണ്ടാക്കിയ പദ്ധതികളെല്ലാം താറുമാറായി. പിന്നീടുള്ള ഓരോ ദിവസവും എന്താണോ മുന്നിൽ, എന്ത് ഒബ്സ്റ്റക്കിളാണോ മുന്നിൽ, അതിനെ ഫേസ് ചെയ്യുക, അതിനെ ഓവർകം ചെയ്യുക എന്ന് മാത്രമായി ഞങ്ങളുടെ ലക്ഷ്യം. ഏതൊരു സ്ത്രീയും ജനിക്കുന്നത് ചിറകുകളുമായിട്ടാണ്. പക്ഷേ അവളെ പറക്കാൻ പഠിപ്പിക്കുന്നത് സമൂഹവും അവളുടെ കുടുംബവും തന്നെയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് സമൂഹത്തിൽ നിന്നും വീട്ടിൽ നിന്നുമൊക്കെ ഒരുപാട് പിന്തുണയുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് എൻ്റെ സ്വപ്നങ്ങളും എൻ്റെ യാത്രകളും എല്ലാം ഇതുവരെ സാധ്യമായത്. യാത്രകൾക്ക് ശരിക്കും പറഞ്ഞാൽ പുരുഷ യാത്രയെന്നോ സ്ത്രീ യാത്രയെന്നോ ഒരു വിവേചനത്തിൻ്റെ ആവശ്യമില്ല. ചുറ്റുമുള്ള മനുഷ്യരിൽ ചിലപ്പോഴെങ്കിലും നമ്മുടെ വിശ്വാസം നഷ്ടപ്പെടും. അങ്ങനെയുള്ളപ്പോൾ യാത്രകളാണ് ആ വിശ്വാസം തിരിച്ച് വീണ്ടെടുക്കാൻ എന്നെ സഹായിച്ചിട്ടുള്ളത്. എൻ്റെ വീട്ടിൽ ഹസ്ബൻഡ്, 2 കുട്ടികൾ. ഹസ്ബൻഡ് ഇൻഫോ പാർക്കിലാണ്. മോൻ 7ാം ക്ലാസ്സിൽ പഠിക്കുന്നു, മോള് 11ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഒരു യാത്ര പൂർണ്ണമാകുന്നത് ആ യാത്രയിലെ അനുഭവങ്ങൾ മറ്റുള്ളവരുമായി പങ്കുവെക്കുമ്പോഴാണ്. അങ്ങനെ ആദ്യം ബ്ലോഗുകളിൽ എഴുതുകയും ഫേസ്ബുക്കിൽ എഴുതുകയും പിന്നീട് ആ യാത്രാ വിവരണങ്ങളെല്ലാം കൂടെ പുസ്തകമാക്കാനുള്ള ധൈര്യം ലഭിക്കുകയും ചെയ്തു. അങ്ങനെ 2 യാത്രാ വിവരണങ്ങൾ പബ്ലിഷ് ചെയ്യാൻ പറ്റി. ഇനിയുള്ള സ്വപ്നം മകന് ഭാവിയിലൊരു ഷെഫാകണം എന്നാണ് ആഗ്രഹം. അതുകൊണ്ട് അവനെയും കൊണ്ട് ഇറ്റലിയിൽ പോയി കുറേ കുക്കിംഗ് ക്ലാസ് അറ്റൻഡ് ചെയ്യുക, അങ്ങനെ ഇറ്റലി എക്സ്പ്ലോർ ചെയ്യുക. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ 2 പേരും ഇപ്പോൾ ഇറ്റാലിയൻ പഠിക്കുന്നുണ്ട്. ഇതൊക്കെയാണ് ഇനിയുള്ള ഭാവി പരിപാടികൾ. നമ്മുടെ സ്വപ്നങ്ങൾ ഉപേക്ഷിക്കാൻ നമുക്ക് ഒരുപാട് കാരണങ്ങൾ കാണും. എന്നാൽ അത് പെർസ്യൂ ചെയ്യാൻ ഒരു കാരണം മതി: ഈ സ്വപ്നം സാക്ഷാത്കരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന സന്തോഷം. And it's a cycle. At the end, you have to come home. Maybe that's life is all about.